ഡിറൈവ് ദ വേവ് ഇക്വേഷൻ ഫോർ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് എ നീറ്റ് ഫിഗർ. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വേവ് ഇക്വേഷൻ വോൾട്ടേജിനും കറണ്ടിനും നമ്മളോട് ഡിറൈവ് ചെയ്യാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം, ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനെ ടെലിഗ്രാഫ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ വരച്ചിട്ട് തുടങ്ങാം. ഇവർ പറയുന്നത് എന്താ, ഒരു നീറ്റ് ഫിഗർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഫിഗർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നീറ്റ് ഫിഗർ വരയ്ക്കാം. കൺസിഡർ എ ഡിഫറൻഷ്യൽ ലെങ്ത്. Consider a differential length. ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് ഡി സെഡ് ഡെൽറ്റ സെഡ് സെലക്ട് ചെയ്തു ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഒരു ചെറിയ പാർട്ട് എടുത്തു. അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ആ ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, പിന്നെ ആരൊക്കെയുള്ളത്, കണ്ടക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. ഇവിടെ ആര് വരും, ആർ ഡെൽറ്റ സെറ്റ്, എൽ ഡെൽറ്റ സെറ്റ്, ജി ഡെൽറ്റ സെറ്റ്, സി ഡെൽറ്റ സെറ്റ്. ഓക്കെ, ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ പ്ലസ് ഡെൽറ്റ ഐ. ഇവിടുത്തെ കറണ്ട് ഏതാ, ഐ. ഓക്കെ, ട്രാൻസ്മിറ്റിംഗ് എൻഡും റിസീവിങ് എൻഡും അതും കൂടെ മാർക്ക് ചെയ്യണ്ടേ. ട്രാൻസ്മിറ്റിംഗ് എൻഡ്, റിസീവർ എൻഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗർ അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ടേംസിലുള്ള അതിൻ്റെ വേവ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ കേട്ടോ. നോക്കടാ, ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്ലൈ കെ വി എൽ. നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കെ വി എൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്ലൈ കെ വി എൽ ഓൺ ദ ലൂപ്പ്, ഒന്നാമത്തെ ലൂപ്പിൽ. അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും ഇവിടെ, ആ കെ വി എൽ എന്ന് അപ്ലൈ ചെയ്ത് വി മൈനസ് ഐ ആർ ഡെൽറ്റ സെറ്റ് മൈനസ് ഐ എൽ ഡെൽറ്റ സെറ്റ് ഇൻറ്റു ഡോ ഐ ബൈ ഡോ ടി മൈനസ് വി പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഈ സർക്യൂട്ടിൽ. കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇവിടെയാണ് എന്ത്, വി വരുന്നത്. ഇവിടെ എന്ത് വരുന്നത്, വി പ്ലസ് ഡെൽറ്റ വി വരുന്നത്. ഓക്കെ, നോക്കടാ. നെക്സ്റ്റ് നമ്മളിതിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തുന്നു. മൈനസ് ഐ ആർ ഡെൽറ്റ സെഡ് മൈനസ് ഐ എൽ ഡെൽറ്റ സെഡ് ഡോ ഐ ബൈ ഡോ ടി മൈനസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. മൈനസ് ഡെൽറ്റ വി ഈക്വൽ ടു ഐ ആർ ഡെൽറ്റ സെഡ് പ്ലസ് ഐ എൽ ഡെൽറ്റ സെഡ് ഡോ ഐ ബൈ ഡോ ടി മൈനസ് ഡെൽറ്റ വി ഈക്വൽ ടു എന്ത് കിട്ടും, നമ്മളിതിൽ നിന്ന് ഡെൽറ്റ സെഡിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡെൽറ്റ സെഡ് ഇൻറ്റു ഐ ആർ പ്ലസ് ഐ എൽ ഡോ ഐ ബൈ ഡോ ടി. ഓക്കെ അല്ലേ? എടാ, ഡെൽറ്റ സെഡിനെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി മാറൂടാ, ഒന്ന് നോക്കിക്കേ. ഡെൽറ്റ സെഡിനെ കൊണ്ടുവന്നാൽ മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഐ ആർ പ്ലസ് ഐ എൽ ഡോ ഐ ബൈ ഡോ ടി ഐ എൽ ഡോ ഐ ബൈ ഡോ ടി ആസ് ലിമിറ്റിംഗ് കേസ്. ആസ് എ ലിമിറ്റിംഗ് കേസ്, ഇതിൻ്റെ ലിമിറ്റിംഗ് കേസ് എങ്ങനെ, ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. ആ ചെറിയ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് മൊത്തം ട്രാൻസ്മിഷൻ ലൈൻ്റെ ഒരു ഭാഗമാണ് ഡെൽറ്റ സെഡ്, അത് തന്നെ വളരെ മൈന്യൂട്ടാക്കി മാറ്റുക. ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു, ആ ലിമിറ്റ് നമുക്ക് എങ്ങനെ ഇതാ, ഐ ആർ പ്ലസ് ഐ എൽ ഇൻറ്റു ഡി ഐ ബൈ അല്ലെങ്കിൽ ഡോ ഐ ബൈ ഡോ ടി ഡോ ഐ ബൈ ഡോ ടി. ഓക്കെ, ഈ ഡോ വി ബൈ ഡോ സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം,
പക്ഷേ ഡി വി ബൈ ഡി സെറ്റിനെ ഡോ വി ബൈ ഡോ സെറ്റ് നെഗറ്റീവ് ഈക്വൽ ടു ഐ ആർ പ്ലസ് ഐ എൽ ഡോ ഐ ബൈ ഡോ ടി. ആ ഡെൽറ്റ എന്നുള്ളതിന് നമ്മൾ എന്താക്കി മാറ്റി, ഡോ എന്ന് ആക്കി മാറ്റി. ഇനി റീപ്ലേസിങ് നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, ഡോ ബൈ ഡോ ടി ബൈ ജെ ഒമേഗ. ഡോ ബൈ ഡോട്ടിനെ എന്താക്കി മാറ്റാൻ പോവാണ്, ജെ ഒമേഗ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് വരും, മൈനസ് ഡോ വി ബൈ ഡോ സെറ്റ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ എൽ, ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഐ, ഇക്വേഷൻ 1. മക്കളെ ഇതേ രീതിയിൽ നമുക്കിപ്പോൾ വോൾട്ടേജ് അല്ലേ കിട്ടി, നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അടുത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്ലൈ KCL അറ്റ് നോഡ് N1. എവിടെയാണ് നോഡ് N1 അല്ലെങ്കിൽ നോഡ് N? ഇവിടെ കൊടുത്തോ, ഇതിന് നോഡ് N എന്ന് കൊടുത്തോ. നോഡ് Nൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറൂടാ, ഒന്ന് നോക്കി, ഒന്ന് പറഞ്ഞ് സ്വന്തം എല്ലാവരും പറഞ്ഞ് എഴുതിട്ടോ. മൈനസ് ഐ പ്ലസ് വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു ജി ഇൻറ്റു ഡെൽറ്റ സെറ്റ് പ്ലസ് സി ഇൻറ്റു ഡെൽറ്റ സെറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് വി പ്ലസ് ഡെൽറ്റ വി പ്ലസ് ഐ പ്ലസ് ഡെൽറ്റ ഐ ഈക്വൽ ടു 0. എടാ പ്ലസ് ഐയും മൈനസ് ഐയും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബാക്കി ഉണ്ടാവുക എന്താ, ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഐ ഈക്വൽ ടു ഒരുപോലുള്ള ടേംസിനൊക്കെ പുറത്തെടുക്കുക, ഡെൽറ്റ വി ഇൻറ്റു ജി പ്ലസ് സി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് വി പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ സെറ്റ്. ഓക്കെ എടാ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പോലെ തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു വി പ്ലസ് ഡെൽറ്റ വി എന്നുള്ളത് 0 ആയിപ്പോവും, വി പ്ലസ് 0 ഇൻറ്റു ജി പ്ലസ് സി ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് വി പ്ലസ് 0. മക്കളെ ഇതിനെ നമ്മൾ വിളിക്കും മൈനസ് ഡോ ഐ ബൈ ഡോ സെറ്റ്. നേരത്തെ എഴുതി അതേപോലെ തന്നെ ഡോ ഐ ബൈ ഡോ സെറ്റ് ഈക്വൽ ടു വി ഇൻറ്റു ജി പ്ലസ് സി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി. ഓക്കെ അതിൽ ഇതിനൊക്കെ റീപ്ലേസ് ചെയ്ത് ജെ ഒമേഗ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരൂടാ, റീപ്ലേസിങ് ജെ ഒമേഗ സി. ജെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈനസ് ഡോ ഐ ബൈ ഡോ സെറ്റ് ഈക്വൽ ടു വി ജി പ്ലസ്, അല്ലെങ്കിൽ വീനെ അങ്ങോട്ട് കോമൺ ആയിട്ട് കൊടുത്തോ, ജി പ്ലസ് ജെ ഒമേഗ സി. രണ്ടിന്നും കോമൺ ആയിട്ട് വി പുറത്ത്, ഇക്വേഷൻ 2. രണ്ടിന്നും കോമൺ ആയിട്ട് വീനെ പുറത്തെടുത്താണ് ഇക്വേഷൻ 2. ഇനി നോക്കടാ, ഫ്രം ഇക്വേഷൻ 1 and 2, ഫ്രം 1 and 2 രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോ വി ബൈ ഡോ സെറ്റ് ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഐ, ഡോ ഐ ബൈ ഡോ സെറ്റ് ഈക്വൽ ടു മൈനസ് ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു ഐ, സി ഇൻറ്റു വി, ഐ അല്ല വി. ഓക്കെ ആണോ മക്കളെ? ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആരോടാ മക്കളെ, വിത്ത് റെസ്പെക്ട് ടു സെഡ്. സെഡിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ, ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ഡോ ഐ ബൈ ഡോ സെഡ്. നമ്മൾ എന്ത് ചെയ്ത് സെഡിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഡോ ബൈ ഡോ സെഡ് വന്നു. നെക്സ്റ്റ് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഇതേപോലെ നെക്സ്റ്റ് ഇക്വേഷനും ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഇക്വേഷനെ ചെയ്യുമ്പോൾ എന്താ, ഡോ സ്ക്വയർ അല്ലെങ്കിൽ ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ സി ഇൻറ്റു വി. രണ്ടിൽ നിന്നും വീനെ കോമൺ ആക്കി എടുത്താണ്.
അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ വി. ഗാമ സ്ക്വയർ വി ഇക്വേഷൻ നമ്പർ 4. അതല്ലെങ്കിൽ ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ വി ഈക്വൽ ടു 0. നമ്മൾ വോൾട്ടേജ് ഇക്വേഷനായി ഇതുപോലെ ഡോ സ്ക്വയർ ഐ ബൈ ഡോ സെഡ് സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഐ ഇക്വേഷൻ ഈക്വൽ ടു 0. ഇക്വേഷൻ 5, ഇക്വേഷൻ 6. നമുക്ക് ഇക്വേഷൻസ് ആയി. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വേഷൻസ് ആണ്. ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വേഷൻസിന് നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തും. നമ്മളോട് പറഞ്ഞത് ഇതിപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷനും അതുപോലെ കറണ്ടിൻ്റെ ഇക്വേഷനാണ് അല്ലേ. അപ്പം ഇതിനെ വേവ് ഇക്വേഷൻസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വേവ് ഇക്വേഷൻ എന്താണെന്നുള്ള അല്ലേ. നമ്മളോട് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഇക്വേഷൻസ് ഫോർ എ ട്രാൻസ്മിഷൻ ലൈനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങൾ എന്താ? നമ്മൾ കണ്ടുപിടിച്ചത് പ്രധാനമായിട്ടും ഇതിൻ്റെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വേഷനാണ്. അതിന് ഇനി വേവ് ഇക്വേഷനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരുമിച്ചെടുത്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഇത് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എഴുതേണ്ട പണി മാത്രമേ ഉള്ളൂ. ഈ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇതൊരു ലോസ്ലെസ് ലൈൻ ആണെങ്കിൽ എന്താ? ഇവിടെ ഗാമൻ്റെ വാല്യൂവിൽ എന്ത് വരും? ആറും ജി ഒക്കെ 0 ആയിപ്പം. അപ്പോൾ എൽ സി എന്നുള്ള ജെ ഒമേഗ എൽ സി എന്നുള്ളൊരു ടേം മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ മക്കളെ ഓർത്ത് വെക്കുക. നമ്മൾ ചെയ്ത മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഇവിടെ ഗാമ വേണമെങ്കിൽ എന്ന് എഴുതി വെച്ചോ. ഗാമ ഈക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജെ ജി പ്ലസ് ജെ ഒമേഗ സി റൂട്ട്. ഓക്കെ, ഇതാണ് ട്രാൻസ്മിഷൻ ലൈന്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? സൊല്യൂഷൻ വേണമെങ്കിൽ എഴുതി വെക്കാം. ദ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ ഫോർ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ. ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ വി ഓഫ് സെഡ് ഈക്വൽ ടു വി പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ സെഡ് പ്ലസ് വി മൈനസ് ഇ റേസ് ടു ഗാമ സെഡ്. ഇപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടാണ് പോവുക. ഈ ഭാഗം എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് ആണ്, ഈ ഭാഗം എന്താ? റിഫ്ലക്റ്റഡ് ആണ്. ഇത് ഇൻസിഡൻറ്റ് വേവ്, ഇത് റിഫ്ലക്റ്റഡ് വേവ്. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ഈ വേവിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ട്രാൻസ്മിഷൻ ലൈനിലൂടെ പോകുന്ന വേവിൻ്റെ ഇക്വേഷൻസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നോക്കടാ, ഇത് കറക്റ്റായിട്ട് എല്ലാവരും ഈ ഡെറിവേഷൻസ് ഫോളോ ചെയ്യട്ടോ. വെറുതെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ഈ ഡെറിവേഷൻസും ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് കിട്ടും.